ഇന്നത്തെ വീഡിയോ ഒരു നല്ലൊരു കട്ടിക്കാളനാണ്. അതിന് ഞാൻ ഒരു ചെറിയ പീസ് വെള്ളരിക്ക, ഒരു ചെറിയ പീസ് മത്തങ്ങ, ഒരു വാഴയ്ക്ക, നേന്ത്രം വാഴയ്ക്ക ഒന്ന്, ഇത് എല്ലാം ഒന്ന് സ്ക്വയറായിട്ട് അരിയണം. അതിലേക്ക് നല്ല കുറച്ചൊരു മധുരം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാങ്ങയും ഒരു മാമ്പഴവും ഒരു നേന്ത്രം പഴവും കൂടെ എടുത്തിട്ടുണ്ട്. ആ രണ്ടെണ്ണം നമ്മൾ പിന്നീട് ഇട്ടാൽ മതി ഇതിൽ, കാരണം അധികം വെന്ത് പോകാൻ പാടില്ല. ആദ്യം മത്തങ്ങയും വാഴയ്ക്കയും കുമ്പളങ്ങ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ സ്ക്വയറായിട്ട് അരിഞ്ഞ് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. വാഴയ്ക്ക അധികം ഉടഞ്ഞു പോകരുത്, അപ്പോഴേ അത് കടിക്കാൻ പറ്റുള്ളൂ, കടിച്ച് തിന്നാൻ പറ്റുള്ളൂ. അത് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലോണം ഒന്ന് വേഗം വയ്ക്കണം. ഒരു 10 മിനിറ്റ് ആയി കഴിഞ്ഞാൽ അത് വെന്ത് കഴിയും. അതിലേക്ക് അരച്ചൊഴിക്കാനായിട്ട് കുറച്ച് മസാലാസ് എടുത്തിട്ടുണ്ട്. അത് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് മാങ്ങയും നേന്ത്രം പഴവും ഇടാം. അതിട്ട് ഒന്ന് രണ്ട് തിള വന്നാൽ നമുക്ക് അരപ്പൊഴിക്കാം. ഇതെല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കണം. അത് എല്ലാം ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് അരയ്ക്കാനുള്ളത് റെഡിയാക്കാം. ഞാനിവിടെ ഒരു തോരൻ അരച്ച ജാറാണത്. ഒരു 4-5 പച്ചമുളക്, ഒരു അരമുറി തേങ്ങ. ഇപ്പോൾ എത്ര കണ്ടൻറ്റ് അതിനനുസരിച്ച് എടുത്താൽ മതി. തേങ്ങ, അരമുറി തേങ്ങയും പച്ചമുളകും കുറച്ച് ജീരകവും, ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം അരയ്ക്കണം. കുറന്നൊന്നും ഇരിക്കാൻ പാടില്ല, നല്ലോണം അരയ്ക്കണം. അല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അരപ്പിനെ അതിലേക്ക് ഒഴിക്കാം. ജാറ് കഴുകിയിട്ട് കുറച്ച് അല്പം അധികം വെള്ളമാവേണ്ട, അല്പമായിട്ട് കഴുകിയിട്ട് ഒഴിച്ച് അതൊന്ന് തിള വന്നതിന് ശേഷം തൈര് ജാറിലിട്ട് അടിക്കാൻ പാടില്ല, വെള്ളമായിപ്പോകും. കട്ടിക്കാളനല്ലേ അത്. അപ്പോൾ തൈര് അങ്ങനെ തന്നെ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് ലൈറ്റാக ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. തിളയ്ക്കാൻ പാടില്ല. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. കൂട്ടൊഴിച്ചതിന് ശേഷം അതിൻ്റെ മസാല ഒഴിച്ച് ഒന്ന് തിളയ്ക്കാം. ഇതിനി വാഴയ്ക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നും കട്ടിയാവും. ലൈറ്റായിട്ട് ഉപ്പും മധുരവും എരിവും എല്ലാം കൂടെ വേണം ഇതിന്. കട്ടിക്കാളൻ തൈരിൻ്റെ പുളിയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു രസമാണ്. പുളിശ്ശേരി പോലെ, പക്ഷേ അത് നല്ല കട്ടിയായിട്ട്. പുളിശ്ശേരിക്ക് പച്ച വാഴയ്ക്കൊന്നും ഇടുന്നില്ല. അല്ലെങ്കിൽ ഇതിന് കടുക് വറുക്കുക. കടുകും കുറച്ച് ഉലുവയും 2 വറ്റൽമുളകും അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇതെല്ലാം കൂടെ നല്ല ഒന്ന് വറുത്തെടുത്ത് അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തത്. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു കട്ടിക്കാളൻ നമുക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെ നമ്മൾ രാത്രി ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാണ്. ഓണത്തിന് പെട്ടെന്ന് പണികളൊക്കെ നമുക്ക് തീർക്കാൻ പറ്റും. 11 മണിക്കുള്ളിൽ എല്ലാ പണിയും തീർക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ. ഹാപ്പി ഓണം.